എല്ലാവർക്കും നമസ്കാരം. ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതിലെ DBMS എന്ന് പറയുന്ന സെഷനിൽ വി ആർ ഫൈൻഡിങ് കാൻഡിഡേറ്റ് കീ ഫ്രം ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. അത് സാധാരണ എല്ലാ ടെക്നിക്കൽ എക്സാംസിനും നമുക്ക് കിട്ടുന്ന ഒരു സെക്ഷനാണ്, പക്ഷെ നമുക്ക് തെറ്റിപ്പോകുന്ന സെഷനുമാണ്. അത് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വിത്ത് ഒരു 5 പ്രോബ്ലവും കൂടെ ഇതിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. So it is from module 6 part 1, that is from DBMS. അതിൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വി ആർ ഫൈൻഡിങ് ഫങ്ഷണൽ കീസ് ഫ്രം ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് കാൻഡിഡേറ്റ് കീ ഫ്രം ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. സോ ബിഫോർ ദാറ്റ് വി നീഡ് ടു നോ സം ഐഡിയാസ് അബൌട്ട് സൂപ്പർ കീ എന്താണ്, കാൻഡിഡേറ്റ് കീ എന്താണ്, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണ് എന്നൊക്കെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം? സൂപ്പർ കീ. സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് റോൾ നമ്പർ, ക്ലാസ്, നെയിം, മാർക്ക്. ഇതിൽ റോൾ നമ്പർ മാത്രം ഉപയോഗിച്ച് ഒരു റോയിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ റോൾ നമ്പറും ക്ലാസ്സും ഉപയോഗിച്ച് റോൾ നമ്പറും ക്ലാസ്സും കമ്പൈൻ ചെയ്ത്, ദാറ്റ് ഈസ് റോൾ നമ്പർ ആൻഡ് ക്ലാസ്. സോ ഇതിന് നമുക്ക് എന്ത് പറയാം? ഒരു സൂപ്പർ കീ ആണെന്ന് പറയാം. ആൻഡ് റോൾ നമ്പർ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സൂപ്പർ കീ എന്ന് പറയാം. ഇനി റോൾ നമ്പർ, ക്ലാസ് ആൻഡ് പ്ലേസും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതും എന്താണ്? സൂപ്പർ കീ ആയിട്ട് പറയാം. അങ്ങനത്തെ സൂപ്പർ കീയിൽ മിനിമം വാല്യൂസ്, ഇതിലിപ്പോൾ 2 വാല്യൂസ് അല്ലേ, റോൾ നമ്പറും ക്ലാസ്സും. ഇതിലിപ്പോൾ 3 വാല്യൂസ് ഉണ്ട്. സോ ഇറ്റ് ഈസ്, ഇതിൽ മിനിമം ഏതാണ്? RMC. അപ്പം മിനിമം സൂപ്പർ കീ ആണ് എന്ത്? The candidate key is the minimum set of attribute that can uniquely identify every record in a relation. അപ്പോൾ മിനിമം സൂപ്പർ കീനെയാണ് എന്ത് പറയുന്നത്? കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടേബിളിൽ എത്ര സൂപ്പർ കീ വേണമെങ്കിലും വരാം, എത്ര കാൻഡിഡേറ്റ് കീ വേണമെങ്കിലും വരാം. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ സൂപ്പർ കീനെയാണ് എന്ത് പറയുന്നത്? കാൻഡിഡേറ്റ് കീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഫൈൻഡ് കാൻഡിഡേറ്റ് കീ വി യൂസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമുക്കറിയാം, A to B എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഈസ് ഡിറൈവിംഗ് ഫ്രം A. A is the cause of B എന്നാണ് അതിൻ്റെ അർത്ഥം. കാൻഡിഡേറ്റ് കീ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡാറ്റാബേസ് ഡിസൈൻ ആൻഡ് നോർമലൈസേഷൻ. അതൊക്കെ നമുക്കറിയാം. അതല്ല നമ്മുടെ ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഇവിടുത്തെ പരിപാടി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടെർമിനോളജീസ് നോക്കാം. ആദ്യം എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി? എ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആട്രിബ്യൂട്ട് എന്താണെന്ന് അറിയാമല്ലോ. ഓരോ കോളത്തിൻ്റെയും ടൈറ്റിലിനെയാണ് നമുക്ക് സിംപ്ലി എന്ത് പറയാം? ആട്രിബ്യൂട്ട് എന്ന് പറയാം. അപ്പോൾ A to B അതിന് എഴുതുന്നത് ഇങ്ങനെയാണ്, A ആരോ B. If 2 rows have the same value of A, functional dependency the meaning ആണെന്ന് പറയുന്നത്, if 2 rows have the same value of A, they must also have a same value for B. So simply നമുക്ക് പറഞ്ഞാൽ B, അതൊക്കെ വിട്ടേക്കു, B is derived from A. A Bക്ക് കാരണമാകുന്നു. That is the concept of functional dependency. സൂപ്പർ കീ, എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ യുണീക്ലി ഐഡൻറ്റിഫൈ എവറി ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഇൻ എ റിലേഷൻ. സ്റ്റുഡൻറ്റ് മാത്രമായിട്ട് വരാം, സ്റ്റുഡൻറ്റ് ഐ ഡിയും നെയിമും വരാം, സ്റ്റുഡൻറ്റ് ഐ ഡിയും നെയിമും. ഇതെല്ലാം എന്താണ്? സൂപ്പർ കീ ആണ്. മിനിമം സൂപ്പർ കീനെയാണ് എന്ത് പറയുന്നത്? കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. നോ ആട്രിബ്യൂട്ട് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ്. ആ ലിസ്റ്റ് എന്ന് അത് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ 3 കാര്യങ്ങൾ. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, A to B എന്ന് പറഞ്ഞാൽ B is derived from A. അടുത്ത സൂപ്പർ കീ, ഒരു ടപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ഓഫ് ടപ്പിൾ ദാറ്റ് ഈസ് യുണീക്ലി ഐഡൻറ്റിഫൈ എ റിലേഷൻ ഈസ് നോൺ ആസ് സൂപ്പർ കീ. ഇതിലെ മിനിമം സെറ്റ് ഓഫ് സൂപ്പർ കീ ഈസ് നോൺ ആസ് കാൻഡിഡേറ്റ് കീ. ഓക്കെ. ആട്രിബ്യൂട്ട് ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ A to B. For attribute closure, it is denoted by
ഇറ്റ് ഈസ് എ സെറ്റ് ദാറ്റ് ഷോസ് ഏതെല്ലാം ആട്രിബ്യൂട്ട് ഇത് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്? ക്ലോഷർ ഓഫ് എൻ ആട്രിബ്യൂട്ട്. അപ്പോൾ ആട്രിബ്യൂട്ട് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ഏതെല്ലാം ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയും, അതിനെയാണ് ആട്രിബ്യൂട്ട് ക്ലോഷർ എന്ന് പറയുന്നത്. we have to know how to find a closure. നോക്കൂ, ഇവിടെ നോക്കൂ. Closure X is the set of all attribute that can be derived from X. ഇവിടെ നോക്കൂ, here is a relation. Here is a റിലേഷനിൽ എത്ര ആട്രിബ്യൂട്ട് ഉണ്ട്? 3 ആട്രിബ്യൂട്ട്, എയും ബിയും സി. അതിൽ ഏതൊക്കെയാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി? A to B and B to C. അപ്പോൾ നമുക്ക് എയുടെ ക്ലോഷർ കണ്ടുപിടിക്കാം. എയുടെ ക്ലോഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് കോംപ്ലിക്കേറ്റഡ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം എയുടെ ക്ലോഷർ എ തന്നെ ഉണ്ട്. അടുത്ത് രണ്ടാമത്തത് എ ടു ബി തന്നിട്ടുണ്ട്. അപ്പോൾ എ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എയിൽ നിന്ന് നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റും? ബിയും ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലോഷറിൽ ഏതും കൂടെ വരും? ബിയും കൂടെ വരും. അടുത്ത് അപ്പോൾ എയും ബിയും വന്നു. ഇനി ബിന്ന് എന്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? സി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ നമുക്ക് എന്തെഴുതാം? എ ടു ബി ടു സി. അപ്പം എയുടെ ക്ലോഷറായിട്ട് നമുക്ക് എന്തെഴുതാം? എയും ബിയും സി. സിംപ്ലി ഒന്നുമില്ല, ഈ ടേബിളൊക്കെ മറന്നേക്കൂ. ആദ്യം എയുടെ ക്ലോഷർ നമുക്ക് കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ. എയുടെ ക്ലോഷറിൽ ഏത് തന്നെ വരും? എ തന്നെ വരും. അത് എവറി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന പോലെ. അടുത്ത് എയിൽ നിന്ന് എന്തെടുക്കാൻ പറ്റും? ബി എടുക്കാൻ പറ്റും. അപ്പോൾ എയുടെ ക്ലോഷറിൽ എന്ത് വന്നു? ബി വന്നു അല്ലേ. ഇനി ബിയിൽ നിന്ന് എന്തെടുക്കാൻ പറ്റും? സി. കാരണം ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ. സോ ദാറ്റ് ഈസ് ബിന്ന് സി എടുക്കാം. അപ്പോൾ ഈ റിലേഷനിലെ എല്ലാ ആട്രിബ്യൂട്ടും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയില്ലേ എയുടെ ക്ലോഷറിൽ? അങ്ങനെയാണെങ്കിൽ എ ക്യാൻ സേ ദാറ്റ് എ പ്രൈമറി കീ A can be defined as a candidate key of this table. ഓക്കെ, ഈ റിലേഷൻ്റെ ഒരു കാൻഡിഡേറ്റ് കീ ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? എനെ പറയാം. കാൻഡിഡേറ്റ് കീ ആയിട്ടും പറയാം, സൂപ്പർ കീ ആയിട്ടും പറയാം. ഓക്കെ, ഇനി കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കുന്നതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ആണ്. ആദ്യം എന്ത് ചെയ്യുക? ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഒക്കെ എടുത്തെഴുതുക. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. ഫൈൻഡ് ആട്രിബ്യൂട്ട് ദാറ്റ് ഡു നോട്ട് അപ്പിയർ ഓൺ RHS. ഫോർ എക്സാമ്പിൾ ഇതൊക്കെയാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഫൈൻഡ് ആട്രിബ്യൂട്ട്സ് ഡു നോട്ട് അപ്പിയർ ഓൺ RHS. RHSൽ വരാത്ത ഏതൊക്കെയാണ്? ദീസ് മസ്റ്റ് ബി ഇൻ എവറി കാൻഡിഡേറ്റ് കീ. RHSൽ വരാത്ത ഏതാണ്? ബി RHSൽ വരുന്നുണ്ട്, ഡി RHSൽ വരുന്നുണ്ട്, സി RHSൽ വരുന്നുണ്ട്. അപ്പോൾ ദീസ് മസ്റ്റ് ബി ഇൻ എവറി കാൻഡിഡേറ്റ്. ആ കാൻഡിഡേറ്റ് കീയിൽ ഏതൊക്കെ വരും? ഇത് മൂന്നും മസ്റ്റ് ആയിട്ട് വരും. ഒന്നുകൂടെ, ഫൈൻഡ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഡു നോട്ട് അപ്പിയർ ഓൺ ദ RHS. ഡു നോട്ട് അപ്പിയർ എന്ന് പറയാൻ ഇവിടെ ബി RHSലുണ്ട്, ഡി RHSലുണ്ട്, സി RHSലുണ്ട്. അപ്പം നമുക്ക് എ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് തന്നെ പറയാം എ ഈസ് ദ കാൻഡിഡേറ്റ് കീ ആണെന്ന് അല്ലേ. അപ്പോൾ ഒന്നുകൂടെ ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഫൈൻഡ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഡു നോട്ട് അപ്പിയർ ഓൺ RHS. ദീസ് മസ്റ്റ് ബി ഇൻ എവറി കാൻഡിഡേറ്റ് കീ. അപ്പോൾ RHSൽ വരാത്ത, that do not appear in RHS. RHSൽ വരാത്തത്. That is എ മാത്രമേ ഉള്ളൂ. RHSൽ വരുന്നത് ബി RHSലുണ്ട്, ഡി RHSലുണ്ട്, അതിൻ്റെ സി RHSലും. അപ്പോൾ ഇത് മൂന്നും ഇതിൽ വരില്ല, കാൻഡിഡേറ്റ് കീയിൽ വരില്ല. വരാത്തത് ഡു നോട്ട് അപ്പിയർ എന്ന് പറഞ്ഞാൽ എ മാത്രമേ ഉള്ളൂ. സോ ഇവിടുന്ന് തന്നെ നമുക്ക് പറയാം എ ആണ് കാൻഡിഡേറ്റ് കീ എന്ന്. അങ്ങനെ അല്ലെങ്കിൽ കമ്പ്യൂട്ട് ദ ക്ലോഷർ കമ്പ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ എയും ബിയും ഉണ്ട്, അവിടെ വരാത്തതെന്ന് വെച്ചോളൂ. ഇവിടെ എയും ബി, ഇവിടെ ബി ഇല്ല, എയും ബിയും ഉണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എയുടെ ക്ലോഷറും കണ്ടുപിടിക്കണം, ബിയുടെ ക്ലോഷറും കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെ ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏത് എയും ബിയും സിയും ഡിയും,
ഇവിടെയുള്ള എല്ലാ ആട്രിബ്യൂട്ടും കിട്ടുമെങ്കിൽ എയിനെ എന്ത് പറയാം, കാൻഡിഡേറ്റ് കീ എന്ന് പറയാം. ബിയുടെ ക്ലോസ്റ്റർ എടുക്കുമ്പോഴും എയും ബിയും സിയും ഡിയും, ഓർഡറൊന്നും പ്രശ്നമല്ല, ഈ 4 ആട്രിബ്യൂട്ടും കിട്ടുമെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, സൂപ്പർ കീ ആണെന്ന്, ഇത് രണ്ടും സൂപ്പർ കീ ആണെന്ന് പറയാം. ചെക്ക് മിനിമാലിറ്റി. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ മിനിമം പിന്നീട് ഇതിന്റെ കോമ്പിനേഷൻ എടുക്കുകയാണ് ഫോർ എ ബിയുടെ ക്ലോഷർ, എ ബി സിയുടെ ക്ലോഷർ, അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ മിനിമം ഏതാണ്, എ. ഓക്കെ, ചെക്ക് മിനിമാലിറ്റി, ദാറ്റ് മിനിമം സൂപ്പർ കീ ആർ ദ കാൻഡിഡേറ്റ്. പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ഈസ് എ, 3 ആട്രിബ്യൂട്ട് ഉണ്ട്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഏതൊക്കെയാണോ ഒന്ന് എടുത്ത് എഴുതാം. എ ടു ബി ആൻഡ് ബി ടു സി, ഇത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലമാണ്. ആദ്യം ക്ലോഷർ കണ്ടുപിടിക്കുന്നു. ക്ലോഷർ ഇസ് എ സെറ്റ്, അത് തന്നെ എഴുതുന്നു. എയിൽ നിന്നും ബി ഇവിടെ കിട്ടുന്നുണ്ട്, ബിയിൽ നിന്നും സി ഇവിടെ കിട്ടുന്നുണ്ട്. So simply we can say that candidate key is A because we can define all the attribute from A itself. Okay. രണ്ടാമത്തേത് 4 ആട്രിബ്യൂട്ട് ഉണ്ട്. ഏതൊക്കെയാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി? എ ടു ബി, ബി ടു സി ആൻഡ് സി ടു ഡി. അപ്പോൾ എയുടെ ക്ലോഷർ എടുക്കാം. എ തന്നെ, എയിൽ നിന്നും ബി വരുന്നുണ്ട്, ബിയിൽ നിന്നും സി വരുന്നുണ്ട്, അപ്പൊ സി എഴുതാം. സിയിൽ നിന്ന് എന്ത് എഴുതാം, ഡി വരുന്നുണ്ട്. സോ ഇവിടെയും എ ഉപയോഗിച്ച് തന്നെ എല്ലാ ആട്രിബ്യൂട്ടും നമുക്ക് കിട്ടി. സോ കാൻഡിഡേറ്റ് കീ തന്നെ കീ എ. ഇനി ബി കാൻഡിഡേറ്റ് കീ ആണെന്ന് നോക്കിയാലോ. അപ്പൊ ബി കാൻഡിഡേറ്റ് കീ ആണെന്ന് നോക്കുകയാണെങ്കിൽ ബിയുടെ ക്ലോഷർ എടുക്കണം. ബിയുടെ ക്ലോഷർ എടുക്കുമ്പോൾ എന്ത് കിട്ടും, ബിയുടെ ക്ലോഷറിൽ ബി തന്നെ വരും. അതിൽ സി, ബി ടു സി ഉള്ളതുകൊണ്ട് സി എഴുതാം, സി ടു ഡി ഉള്ളതുകൊണ്ട് ഡിയും എഴുതാം. പക്ഷെ ഇവിടെ എ ഇല്ല അല്ലേ, എ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ കാൻഡിഡേറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബി സി 4 ആട്രിബ്യൂട്ട്, 2 ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, എ ടു ബി ആൻഡ് സി ടു ഡി. അപ്പൊ നമുക്ക് ആദ്യം എയുടെ ക്ലോഷർ കണ്ടുപിടിച്ച് നോക്കാം. എയുടെ ക്ലോഷർ എങ്ങനെ വരും, ക്ലോഷർ ഓഫ് എ, എയുടെ ക്ലോഷറിൽ ആദ്യം എ തന്നെ വരും. പിന്നെ എ ടു ബി, അപ്പൊ ബിയും വരും. പിന്നെ എ ടു, പിന്നെ ബിയിൽ നിന്നും ഒന്നുമില്ല, അപ്പൊ സിയിലോട്ട് എത്തുന്നില്ല അല്ലേ. സോ എ സ്റ്റാർ ഈസ് നോട്ട് എ കോമ്പിനേഷൻ. അപ്പൊ ബി നോക്കിയാലോ, ബി നോക്കാൻ പറ്റില്ല, ബി ഈസ് നോട്ട് ഇൻ ദ ലെഫ്റ്റ് സൈഡ്. ഇനി ഏതേ നോക്കാൻ പറ്റുള്ളൂ, സി. സിയുടെ ക്ലോസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ സിയും ഡിയും വരും അല്ലേ, അതിൽ എയും ബിയും ഇല്ല. സോ ഇത് രണ്ടും ക്ലോസ്റ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു, ഈ എയും സിയും കൂടെ കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ എ സി ക്ലോഷർ. അപ്പൊ അതിൽ ഏതൊക്കെയുണ്ട്, എ ഉണ്ട്, സി ഉണ്ട്. ഇനി എയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ബി കിട്ടും. സിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഡി കിട്ടും. സോ ഓൾ ദ ആട്രിബ്യൂട്ട് വി ഗോട്ട് ഫ്രം the closure of AC. That's why here the candidate key is AC. Okay. Here is 5 attribute and functional dependency A to BC. A to BC, CD to E and B to D. ഓർഡറിൽ എഴുതി. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നോക്കാം. ആദ്യം എയുടെ ക്ലോഷർ നോക്കാം. ദാറ്റ് ഈസ് എയിൽ എന്തൊക്കെയുണ്ട്, എ ഉണ്ട്, ഇവിടെ ബിയും സിയും കൂടെ വരുന്നുണ്ട്, ബിയും സി. ബിന്ന് എന്ത് കിട്ടുന്നുണ്ട്, ഡി കിട്ടുന്നുണ്ട്. ഇനി സി ഡിയിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, ഇ കിട്ടുന്നുണ്ട്. സോ എല്ലാം ആയില്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ദ കാൻഡിഡേറ്റ് കീ ഓഫ് ദിസ് ടേബിൾ. അടുത്ത എ ടു ബി ആൻഡ് ബി ടു സി, then സി ഡി ടു ഇ.
അപ്പം ആട്രിബ്യൂട്ട്സ് ഓൺ ആർ എച്ച് എസ് ഏതൊക്കെയാണ്? ബി, സി ആൻഡ് ഇ. അപ്പം നോട്ട് ഓൺ ആർ എച്ച് എസ് എ ആൻഡ് ഡി. അപ്പം അത് കീയിൽ വരും. അപ്പം നമുക്ക് ഏതിൻ്റെ ഇത് നോക്കാം, ആട്രിബ്യൂട്ട്സ് ഏതിൻ്റെ ക്ലോഷേഴ്സ് നോക്കാം? എയുടെ ക്ലോഷർ നോക്കാം. എയിൽ എയും വരും, ബിയും വരും, ബിന്ന് സി വരും. പക്ഷെ പിന്നീട് ഒന്നും വരില്ല, അതവിടെ നിൽക്കും. പക്ഷെ അപ്പം നമുക്ക് ഏതിൻ്റെ കോമ്പിനേഷൻ എടുക്കാം? എ ഡി ആണ് എവിടെ ഇല്ലാത്തത്? ആർ എച്ച് എസിൽ ഇല്ലാത്തത്. എ ഡിയുടെ കോമ്പിനേഷൻ എടുക്കാം. ദാറ്റ് ഈസ് എ ഡി. എയിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? ബി കിട്ടുന്നുണ്ട് അല്ലേ? ബിയിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? സി കിട്ടുന്നുണ്ട് അല്ലേ? പിന്നെ അപ്പോൾ എല്ലാം ആയി. സിയും ഡിയും. അപ്പോൾ ഇവിടെ സി ഉണ്ട്, ഡി ഉണ്ട്. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ വി വിൽ ഗോട്ട്. സോ ദ കാൻഡിഡേറ്റ് കീ ഈസ് എ ഡി. അതെന്തുകൊണ്ടാണ് ജോയിൻ ചെയ്തത്? എ ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു ഫൈൻഡ് ഓൾ ദ ആട്രിബ്യൂട്ട്സ് ഫ്രം എ ബി സി ഡി ഇ. അപ്പോൾ നമ്മൾ ഡി വെച്ച് അതിന് എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്യും. എന്തുകൊണ്ട് ഡി വെച്ച് ബി കൊണ്ടോ സി കൊണ്ടോ ഒക്കെ കമ്പൈൻ ചെയ്യാത്തത് എന്തുകൊണ്ട്? ബിക്കോസ് നോട്ട് ആർ എച്ച് എസ്, ആർ എച്ച് എസിൽ അല്ലാതെ ഇരിക്കുന്ന ഒരു വാല്യൂ ഏതാണ്? ഡി മാത്രമേ. സോ ഇത്രയും ഈ പ്രോബ്ലംസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാറുണ്ട്, പല പല എക്സാമിന് കണ്ടിട്ടുള്ളതാണ്. വി ആർ ഫൈൻഡിങ് കാൻഡിഡേറ്റ്സ് കീസ് ഫ്രം ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ നമ്മൾ ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാം. താങ്ക് യു.